നമസ്കാരം. മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്നലെ വൈകുന്നേരമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളിലേക്കൊക്കെ ഞങ്ങൾക്ക് പോകാനായി സാധിച്ചു. ഞങ്ങളിന്ന് നേരെ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലേക്ക് പോവുകയാണ്. രാവിലെ 5:25 ഇവിടുന്ന് നമുക്ക് പോകാനുള്ള ട്രെയിൻ ഉള്ളത്. ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന നമ്മുടെ കേരളത്തിന്റെ സ്വന്തം കേരള എക്സ്പ്രസിലാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെടുത്ത നോൺ AC റൂം ഇതാണ്. ഇവിടെ ഫാനും ഉണ്ട്, ഈ കൂളറും ഉണ്ട്. ഇത് രണ്ട് ഇട്ടിട്ട് പോലും ഇവിടെ നിൽക്കാൻ പറ്റാത്ത അത്രയും ചൂടാണ്. ഈ റൂമിന് ഞങ്ങൾക്ക് ആകെ വന്ന വാടക 600 രൂപയാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാം. രാവിലെ 5 മണി കഴിഞ്ഞ് ഭോപ്പാൽ ജംഗ്ഷന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇവിടെയാണ്. സ്റ്റേഷൻ ഇതാ ഇങ്ങനെ പോയി അങ്ങ് അവിടെ വരെ ഉണ്ട്. നമ്മുടെ ഫ്ലാഗൊക്കെ ഇതാ ഈ ഭാഗത്താണ്. ഇവിടെ രാവിലെ ഒരുപാട് പേര് ഈ ഭാഗത്തൊക്കെ കിടക്കുന്നതൊക്കെ കാണാം. ഈ ഭാഗത്തേക്കാണ് നമുക്ക് സിറ്റിന്റെ ഭാഗത്തേക്കൊക്കെ പോകാനുള്ളത്. ഇനിയിപ്പോൾ നേരെ അകത്തേക്ക് കയറാം. നമ്മുടെ ട്രെയിൻ ഏകദേശം എത്താനുള്ളൊരു സമയമാകാനായി. ഇവിടെ റിട്ടയറിംഗ് റൂമിന് പുറമേ തന്നെ പോർട്ട് സൗകര്യം അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ 200 രൂപേൻ്റെ പുറകിൽ കാണുന്ന ഒരു ചിത്രമില്ലേ, അതിതാണ് സാഞ്ചിയിലെ ആ ഒരു നിർമ്മിതി. ഇതേ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് നമ്മുടെ വണ്ടി വരിക. ട്രെയിൻ നമ്പർ 126 കേരള എക്സ്പ്രസ് ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക് കടന്നു വരികയാണ്. WP7 ആണ് ലോക്കോമോട്ടീവ്. റയാപുരം. ഞങ്ങളുടെ കോച്ച് സ്ലീപ്പർ ക്ലാസ്സിൽ S1 ആണ്. അതിവിടെ തന്നെയാണ് വരിക. അണ്ടർസോഡിലൊക്കെ നല്ല തിരക്കാണ്. എന്തായാലും കുറേ പേര് ഇവിടെ ഇറങ്ങും. പിന്നെ നമുക്കധികം യാത്ര ചെയ്യാനില്ലല്ലോ. ഒരു 6 മണിക്കൂറിൻ്റെ ആ ഒരു യാത്ര മാത്രം. ഒരു അപ്പർ ബർത്തും ഒരു മിഡിൽ ബർത്തുമാണ് ഞങ്ങളുടേത്. കയറി ഉടനെ തന്നെയാണ്. ഇതാണ് നമ്മുടെ കോച്ച്. ഇവിടെ തന്നെ ചെക്കറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അണ്ടർസോഡ് ടിക്കറ്റ് ഒന്നും എടുത്ത് അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. 5:26 അങ്ങനെ ഭോപ്പാൽ ജംഗ്ഷൻ ഇതാ നമ്മുടെ ട്രെയിൻ എടുക്കും. ചക്ര ഇതാ ഇവിടെ ഇറങ്ങി. അടുത്ത ആളും ഇവിടെ ഇറങ്ങി. 1984 ഇവിടെ ഒരു അപകടം ഉണ്ടായിരുന്നു. ഒരു വിഷവാതക ദുരന്തമായിരുന്നു അത്. ഒരുപാട് പേർക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. ഭോപ്പാൽ വരുമ്പം ആദ്യം മനസ്സിൽ വരുന്നത് ആ ഒരു അപകടത്തിൻ്റെ ഓർമ്മകളാണ്. ഭോപ്പാൽ വിട്ട ഉടനെ തന്നെ ഞങ്ങൾ കയറി കിടന്നു കുറച്ചു നേരം. ഇപ്പം ഇറ്റാർസി എത്താനായി. 1 കിലോമീറ്ററേ ഉള്ളൂ. കൂടെ ഒരു ഹനുമാൻ ക്ഷേത്രം കാണാം. ജബൽപൂരിൽ നിന്ന് വരുന്ന ലൈനാണിത്. നമ്മളങ്ങനെ ഇതാ ഇത്താർസി ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. 6:48 ഇവിടെ 7:05 എത്തേണ്ടത്. വണ്ടി നേരത്തെ എത്തി. ഇവിടെ ഒരു വണ്ടി ഓൾറെഡി ഉണ്ട്. ഇവിടെയുള്ള ഈ ട്രെയിൻ റാണി കമലാപതി ജബൽപൂർ ഇന്റർസിറ്റി ആണ്. ഇവിടെ ഈ ട്രെയിൻ വന്നിട്ട് ലോക്കോ റിവേഴ്സൽ ചെയ്തിട്ടാണ് ഇപ്പോൾ ജബൽപൂരിലേക്ക് പോകുന്നത്. നമ്മൾ ആ ഒരു ലൈൻ കാണിച്ചില്ലേ, ഇപ്പം നേരെ അങ്ങോട്ട് തന്നെ പോവാ. ഇതിന് B2 ഒക്കെ ഉണ്ട്. ADCയുടെ ഒക്കെ ഉള്ള ഒരു ഇന്റർസിറ്റി ആണിത്. ഇത് റേക്ക് ഷെയറിംഗ് ഉള്ള ഒരു വണ്ടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. ഇത്താർസി റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗത്തൊന്നും ഒരു വൃത്തിയില്ല കേട്ടോ. ഇതാ ഈ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണ്. അതായത് ഇവിടെ തന്നെ അഴുക്ക് ചാലും കൂടി ഉണ്ടല്ലോ. അപ്പോൾ മൊത്തത്തിൽ മിക്സ് ആയിട്ടാണ് ഉള്ളത്. ഇനി ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചിട്ടൊക്കെ പോവാം. നവീത ഇവിടുന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ച് എന്നാ പിന്നെ നേരെ പോവാ. എന്തൊരു വൃത്തിയുടെ സ്വഭാവം. ആ ഇവിടെ എഴുതി വേണ്ട RS 14. അത് 14 രൂപയേ ഉള്ളൂ. കിട്ടിയാ? ഞാൻ ചോദിച്ചു. അങ്ങനെ ചോദിച്ചു വാങ്ങിക്കണം. അത് മാത്രല്ല, ഒരു പരിധി വരെ നമ്മള് ഓൺലൈൻ വഴി കൊടുക്കുവാണെങ്കിൽ അത്രയും നല്ലത്. തരൂല. അതാണ് മെയിൻ പ്രശ്നം. ഇത്താർസി ജംഗ്ഷൻ ഇവിടെ ട്രെയിന് 10 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. പക്ഷെ വണ്ടി നേരത്തെ എത്തിയല്ലോ. നമ്മൾ യാത്ര ചെയ്യുന്ന സ്ലീപ്പർ ക്ലാസ്സിലെ S1
ഈ നമ്മൾ കേരളത്തിന്റെ പുറത്ത് പോയിട്ട് നമ്മുടെ മലയാളം കാണുമ്പോഴുള്ളൊരു സന്തോഷമില്ലേ, അതൊന്നും വേറെ തന്നെയാണ്. ന്യൂഡൽഹി തിരുവനന്തപുരം സെൻട്രൽ. 1262 New Delhi Trivandrum Central Kerala Superfast Express via Itarsi Nagpur प्लेटफॉर्म क्रमांक 3 पर आ चुकी है। ट्रेन नंबर 12626 न्यू दिल्ली Trivandrum Central Kerala Superfast Express via Itarsi Nagpur has arrived on platform number 3. കേരള എക്സ്പ്രസിൽ ഞങ്ങൾ 3 ആഴ്ച മുന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഏകദേശം 25ഓളം ബർത്തുകൾ ഉണ്ടാവുന്ന സമയത്ത് തന്നെ ബുക്ക് ചെയ്തു. നാഗ്പൂരിലേക്ക് ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിന് വന്ന ടിക്കറ്റ് ചാർജ് 285 രൂപയാണ്. ഈ സമയത്തേക്ക് കേരള എക്സ്പ്രസ് ഓൺ ടൈം ആയിട്ട് തന്നെ ഓടും. ശൈത്യകാലത്താണെങ്കിൽ മിക്കവാറും ഡിലേ ആവാറുണ്ട്. തിരുനെൽവേലി ശ്രീമാതാ വൈഷ്ണോ ദേവി കത്ര നവ്യുഗ് എക്സ്പ്രസ് വയ വിരങ്കന ലക്ഷ്മിബായ് ജാൻസി. നവ്യുഗ് എക്സ്പ്രസിന്റെ അനൗൺസ്മെന്റ് ആണ് കേൾക്കുന്നത്. നമ്മുടെ വണ്ടി എടുക്കേണ്ട സമയമായി. 7:22 ഇത്താർസി ജംഗ്ഷൻ ഇതാ ട്രെയിൻ എടുത്തു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് നാഗ്പൂര്. 298 കിലോമീറ്റർ ഉണ്ട് യാത്ര ചെയ്യാൻ. ഇതൊക്കെ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ആണ്. WCR സ്റ്റേഷന്റെ കോഡ് ET. അവിടെ ട്രാക്കിൽ പശു കാരണം ട്രെയിന് വരാൻ പറ്റുന്നില്ല, അത് പോയി. ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന 4ാമത്തെ ട്രെയിനായ നവ്യുഗ് എക്സ്പ്രസ് തിരുനെൽവേലി ശ്രീമാതാ വൈഷ്ണോ ദേവി കത്ര. ഞങ്ങൾ ഈ ട്രെയിനിൽ യാത്ര പോയിട്ടുണ്ട്. ശ്രീമാതാ വൈഷ്ണോ ദേവി കട്രയിൽ നിന്നും തിരുനെൽവേലി വരെ സ്ലീപ്പർ ക്ലാസ്സിൽ, അതും ശൈത്യകാലത്ത്. ഒരു 1.5 എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ ട്രാക്കിന്റെ ഭാഗത്ത് കൂടുതലും പശുക്കൾ തന്നെയാണ്. നമ്മൾ നേരെ നാഗ്പൂർ ലൈനിലേക്ക് ഇതാ കയറുകയാണ്. ഇത് നേരെ പോകുന്നത് ഭുസാവാൽ, നമ്മുടെ മംഗള എക്സ്പ്രസ് ഒക്കെ പോവുക ഈ റൂട്ട് വഴിയാണ്. ഇവിടെ ഒരു പശുവിനെ കൂടെ കാണാം. ഇവിടെ വേറൊന്നും കൂടി ഉണ്ട്. പിന്നെ അങ്ങ് ദൂരത്തായി ഒരുപാട് പശുക്കളുണ്ട്. എത്രണ്ണാണെന്ന് നോക്കി. അവിടെ ഒരു ട്രെയിൻ അവിടെ വെയിറ്റിംഗാണ്. ബാൻഡ്രിൽ പോയിട്ട് രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങിച്ചേ. ഞങ്ങൾ വാങ്ങിച്ചത് ഉപ്മാവാണ്. ഈ ഒരെണ്ണത്തിന് 40 രൂപയാണ് ആയത്. പിന്നെ രാവിലെ ഇനിയിപ്പോൾ ഇത് കഴിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞത് ആഗ്ര, ഝാൻസി, ഭോപ്പാൽ ആ ഒരു റൂട്ടിൽ തന്നെയാണ്. പിന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രം 130. ഈ ഭാഗത്ത് എന്തോരം വേസ്റ്റുകളാണെന്ന് നോക്കി. ഇതൊരു ചെറിയ ഒരു സ്റ്റേഷനാണ്. ഈ സ്റ്റേഷൻ കടന്നു പോവുകയാണ്. ഇവിടെ മുഴുവനും വരണ്ട് കിടക്കുകയാണ്. മരങ്ങളിൽ ഒരു ഇലകൾ പോലും ഇല്ല. ഇത് കൂടുതലും കൊഴിഞ്ഞുപോയി. കാരണം ഇത് മഴക്കാലമൊന്നും അല്ലല്ലോ. നമ്മുടെ സ്ലീപ്പർ ക്ലാസ്സിന്റെ ഒരു അകത്തെ കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. ഇതിന്റെ തിരക്കൊന്നുമില്ല. നമ്മുടെ 2 ബസ് ഇതാ ഇവിടെയാണ്, ഒരു അപ്പറും ഒരു മിഡിലും. പിന്നെ കേരള എക്സ്പ്രസിന്റെ സ്ലീപ്പർ ക്ലാസ് വലിയ പ്രശ്നമൊന്നുമില്ല. റൂട്ടിലെ ആദ്യത്തെ ടണൽ.
ട്രെയിൻ ഇപ്പോൾ നർക്കേത് എന്നൊരു സ്റ്റേഷനിലെത്തിയ. ഇതൊക്കെ സെൻട്രൽ റെയിൽവേ ആണ്, അതായത് മഹാരാഷ്ട്രയിലേക്ക് നമ്മൾ കയറി. ട്രെയിൻ ഇവിടെ നിർത്താൻ കാരണം ഒരു ഓവർടേക്കിംഗ് ആണ് ഇപ്പോൾ. ഹസ്രത്ത് നിസാമുദ്ദീൻ നിന്ന് MGR ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന ദുരന്തോ എക്സ്പ്രസ് ആണ് ഈ ഒരു കേരള എക്സ്പ്രസിനെ ഓവർടേക്ക് ചെയ്യുക. 6 മണിക്കൂറിൻ്റെ അടുത്താണ് ആ വണ്ടി നിട്ടിയിലെ. ദുരന്തോ എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. ഇന്നലെ വൈകുന്നേരം 3:55 പുറപ്പെടേണ്ട വണ്ടിയാണ്, രാത്രി 10 മണിക്കാണ് എടുത്തത്. റീഷെഡ്യൂളിംഗ് ആയിരുന്നു. വലിയ സ്പീഡൊന്നും തന്നെ ഇല്ല. അങ്ങനെ നാഗ്പൂരിലെത്തിയേ. നാഗ്പൂരിലെ ഡയമണ്ട് ക്രോസിങ് ഇവിടെയാണ്. അതിൻ്റെ ആ ഒരു കൺട്രോൾ ഏരിയയൊക്കെയാണ് ആ ഭാഗത്ത് വരുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മൾ എത്തുകയാണ്. ഇതേ അവിടെയാണ് ഡയമണ്ട് ക്രോസിങ്. 4 ലൈനുകളാണ് നമുക്ക് അവിടെ കാണാനായി സാധിക്കുക. ഇത് നേരെ പോകുന്നത് റായ്പൂർ, ദുർഗ ആ ഒരു സൈഡിലേക്കാണ്, അതായത് ബിലാസ്പൂർ, കൊൽക്കത്ത അങ്ങനെ. നമുക്ക് അവിടെയൊക്കെ പോയിട്ട് വീഡിയോ പുറത്താണെന്നുണ്ട്, പക്ഷേ ട്രാക്കിൽ നിന്നുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ലല്ലോ. നമ്മളിപ്പം നേരത്തെയാണ് ഇവിടെ എത്തുന്നത്. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്നും 390 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. 11:42 ആയിരുന്നു. ഇവിടെ 11:45 എത്തേണ്ടത്. ഇവിടെ നിന്ന് ഇപ്പം അൺറിസർവ്ഡിലൊക്കെ കയറാൻ നല്ല തിരക്കുണ്ട്. നാളെ രാത്രി 9:15 ഈ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിൽ എത്തുക. നാഗ്പൂർ ജംഗ്ഷൻ എന്നുള്ള ഒരു ബോർഡൊക്കെ ഇവിടെയുണ്ട്. അപ്പം ഇതിൻ്റെ അൺറിസർവ്ഡിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഞാൻ വിചാരിച്ച നല്ല റഷ് ഉണ്ടാവുന്നതാണ്, തിരക്കേ ഇല്ല. ഇനിയിപ്പം ഞങ്ങൾ സ്റ്റേഷൻ്റെ പുറത്തേക്കാണ് ഇനിയിപ്പം നേരെ പോകുന്നത്. 1867 നാഗ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ആയത്. നിലവിൽ ഇത് സെൻട്രൽ റെയിൽവേ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്റ്റേഷൻ്റെ മുന്നിലത്തെ 2 വീലർ പാർക്കിംഗ് ഇവിടെയാണ്. അങ്ങ് അവിടെ തന്നെ അംബേദ്കറിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയൊരു ക്ലോക്കും ഉണ്ട്. നാഗ്പൂർ എന്നൊക്കെ എഴുതി കാണാം. നല്ലൊരു മനോഹരമായ നിർമ്മിതി തന്നെയാണ് ഇത് കാണാൻ. പിന്നെ ഇവിടെ നിലവിലിപ്പോൾ നവീകരണം നടക്കുകയാണ്. റെയിൽവേൻ്റെ റിട്ടയറിംഗ് റൂമും ഡോർമെറ്ററിയൊന്നും നിലവിലിപ്പോൾ ഇവിടെ ഇല്ല. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരു കോച്ച് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു കോച്ച് റെസ്റ്റോറൻ്റ് ആകാനായിരിക്കും സാധ്യത. പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള ഒരു വഴി ഇതിലൂടെയാണ്. അപ്പോൾ സ്റ്റേഷൻ്റെ ഒരു കാഴ്ച നിലവിലിതാ ഇങ്ങനെയാണ്. ഞങ്ങൾ യാത്ര ചെയ്ത S1 കോച്ചിൽ ഒരുപാട് മലയാളികളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ടോയ്ലറ്റിലേക്ക് ഞങ്ങളൊന്ന് കയറിയുണ്ടായി. സ്ലീപ്പർ ക്ലാസിൻ്റെ ഒട്ടുമിക്ക ടോയ്ലറ്റുകളും ബ്ലോക്കാണ്. ശരിക്കും ഈ വണ്ടി ഡൽഹിയിൽ എത്തിയ ശേഷം അവിടുന്ന് പ്രോപ്പറായിട്ട് ക്ലീനൊന്നും ചെയ്യുന്നില്ല. ഈ വണ്ടി തിരുവനന്തപുരത്ത് നിന്നാണ് പുറപ്പെടുന്നുണ്ടെങ്കിൽ പക്കയാണ് കേട്ടോ, നല്ല നീറ്റാണ്, ടോയ്ലറ്റ് ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ അത് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. ഇന്ന് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളൊരു റൂം എടുത്തിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷൻ ഒരു 700 മീറ്റർ മാറിയിട്ടാണ്. നമ്മൾ ഇനി റാംജൂല വഴിയാണ് നടന്നു പോകുന്നത്. നാഗ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ നോക്കിയാൽ കാണുന്ന ഒരു പാലമില്ലേ, അത് തന്നെയാണ് റാംജൂല. ഇതുവഴിയാണ് നടന്നു പോകാനുള്ള വഴി, പക്ഷേ അതൊക്കെ ബ്ലോക്കാണ്. ഇനിയിപ്പോൾ റോഡിന്റെ ഇതുവഴി തന്നെ നമുക്ക് നടക്കണം. ഇതേ ആൾക്കാരൊക്കെ നടന്നു പോകുന്നത് കാണാം. ഇത് കുറച്ചൊന്ന് വൃത്തിയാക്കണമായിരുന്നു, എന്നാൽ പിന്നെ സുഖമായിട്ട് നടക്കാമല്ലോ. ഇതേ പാലത്തിന്റെ ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാം. ഇതൊരു കേബിൾ സ്റ്റഡ് പാലാണേ. അതിൻ്റെ ആ ഒരു കേബിളിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കാണാം. ഇതാ നല്ല ഹൈറ്റ് ഉണ്ട് ഈ ഒരു പാലത്തിന്. പിന്നെ ഇവിടെ ഇപ്പം ശക്തമായ വെയിലാണേ. 42 ഡിഗ്രിയാണ് ഇവിടുത്തെ നിലവിലത്തെ ചൂട്. ഈ സമയത്തൊക്കെ ഇതിലൂടെ നടന്നു പോവുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ബാഗൊക്കെ എടുത്ത്. എന്തായാലും ഞങ്ങളിനിപ്പോൾ നാഗ്പൂരിൻ്റെ കാഴ്ചകളിലേക്ക് ഈ വെയിലൊക്കെ കുറഞ്ഞിട്ട് എന്തായാലും ഇറങ്ങുള്ളൂ.
പിന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഓട്ടോ ആക്കിയിട്ട് പോവാം. പിന്നെ ഇവിടെ വളരെ അടുത്താണല്ലോ റൂം ഉള്ളത്. ഈ ഒരു പാലം കയറി ഇറങ്ങിയ ഉടനെ തന്നെ ആയി. പാലം ഇറങ്ങി വന്ന ഉടനെ തന്നെ ഈ ഭാഗത്താണ് ഞങ്ങളെടുത്ത ഹോട്ടൽ വരുന്നത്, ടൗൺ ഹൗസ് ഹോട്ടൽ. ഇതിൻ്റെ ഇവിടെ തന്നെ ഒരു മെട്രോ സ്റ്റേഷനും ഉണ്ട്. അങ്ങനെ ചെക്ക് ഇൻ ചെയ്ത് റൂമിലേക്ക് കയറിയേ. ഇവിടെ തന്നെയാണ് ബാത്റൂമും ടോയ്ലറ്റൊക്കെ വരുന്നത്. നല്ല വൃത്തിയുള്ള ഒരു ഏരിയ തന്നെയാണിത്. ഈ ഭാഗത്താണ് ബെഡൊക്കെ വരുന്നത്. ഇതൊരു AC റൂമാണ്. AC-യും TV-യും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കാണാനായി സാധിക്കുന്നത്. ഒരുപാട് സൗകര്യമുണ്ട്. ടേബിളും അതുപോലെ തന്നെ ഒരു ഷെൽഫും ചെയറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കാണാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വൃത്തിയുള്ളൊരു മുറി തന്നെയാണിത്. ഈ മുറിക്ക് വന്ന വാടക ഇനി പറയാം. ഞങ്ങൾ ആദ്യം ഗോയിബ വഴി നോക്കിയ സമയത്ത് 1300 രൂപയാണ് കണ്ടത്. പിന്നെ നേരെ അഗോഡയിലേക്ക് പോയി. അഗോഡ വഴി ബുക്ക് ചെയ്തപ്പോൾ വെറും 850 രൂപക്കാണ് ഈ ഒരു AC റൂം ഞങ്ങൾക്ക് കിട്ടിയത്. അതും നാഗ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത്. അതെന്തുകൊണ്ടും നല്ലൊരു ലാഭം തന്നെയാണ്. ഇനിയിപ്പോ പറഞ്ഞാൽ കുറച്ചു നേരം ഞങ്ങൾ റെസ്റ്റ് ചെയ്യാണ്. നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് നല്ല വെയിലാണല്ലോ. അപ്പൊ ഒരു 4 മണിക്ക് ആവുന്ന സമയത്ത് ആ ഒരു ചൂടിന്റെ ഒരു തീവ്രത കുറയുന്ന സമയത്ത് നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം. സമയം 4:30. ഞങ്ങളെടുത്ത ഹോട്ടലിന്റെ ഇവിടെ തന്നെ ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ഒരു മെട്രോ സ്റ്റേഷൻ കൂടിയുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ആദ്യം കുറച്ച് നമുക്ക് നടക്കാം, എന്നിട്ട് ഓരോരോ ഭാഗത്തേക്ക് പോവാം. പിന്നെ ഇവിടെ എല്ലായിടത്തും ഷെയർ വണ്ടിയൊക്കെ കിട്ടും കേട്ടോ. ഞങ്ങൾ ആദ്യം പോകുന്നത് 0 മൈൽ സ്റ്റോൺ കാണാനാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ കേന്ദ്ര ബിന്ദുവായി ബ്രിട്ടീഷുകാർ കണക്കാക്കിയിരുന്നത് നാഗ്പൂരിനെയാണ്. അപ്പോൾ അത് കാണണമെങ്കിൽ ഇവിടുന്ന് 2 കിലോമീറ്റർ പോകാനുണ്ട്. നമുക്കൊരു ഊബർ ആക്കിയിട്ട് പോവാം. അങ്ങനെ ഊബർ കിട്ടി. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ നേരത്തെ വന്ന ഒരു പാലമില്ലേ, അതുവഴി തന്നെയാണ് പോകുന്നതും. മഹാരാഷ്ട്രയിലെ മുംബൈയും പൂനെയും കഴിഞ്ഞാൽ പിന്നെ 3ാമത്തെ നഗരമാണ് നാഗ്പൂര്. ഈ നാഗ്പൂരൊക്കെ ഉള്ള ഈ ഒരു ഭാഗമില്ലേ, ഈ ഒരു പ്രദേശത്തിനെ വിദർഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയുടെ 2ാമത്തെ തലസ്ഥാനാണ് നാഗ്പൂര്. റോഡ് വഴി പോകുമ്പോഴും ഇതാ പാലത്തിൻ്റെ നല്ലൊരു കാഴ്ച. ശരിക്കും ഊബർ ആക്കിയിട്ട് പോകുന്നതാണ് നല്ലത്. 2 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് 65 രൂപയാണ് ആയത്. നമ്മളിപ്പോൾ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലൂടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് കുറച്ച് അടുത്താണ് 0 മൈൽ സ്റ്റോണിൻ്റെ ആ ഒരു സ്ക്വയറൊക്കെ. ഇവിടെ ചൂട് കാരണം ഇവര് തലക്കൊക്കെ കെട്ടിയത് കണ്ട. അങ്ങനെ 0 മൈലിന്റെ ഭാഗത്ത് ഞങ്ങൾ നടന്നെത്തുകയാണ്. നാഗ്പൂരിന്റെ ഈ ഭാഗമൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിലൂടെയും മെട്രോ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് മെട്രോ വഴിയും വരായിരുന്നു. ഞാൻ സമയത്ത് ഊബറിന്റെ ആ ഒരു പൈസയൊക്കെ നോക്കിയപ്പോൾ വലിയ പൈസയൊന്നും ഇല്ല. ഇതെനിക്ക് തോന്നുന്നു ആ റോഡിന്റെ സെൻട്രൽ ഭാഗത്താണെന്ന് തോന്നുന്നു ആ ഒരു സ്റ്റോൺ വരുന്നത്. 0 മൈൽ ഇന്ത്യ, ഇതാണ് ഇന്ത്യയുടെ നടുഭാഗം എന്ന് കണക്കാക്കപ്പെടുന്നത്. ആ ഒരു കുറ്റി ഇതാണ്. വളരെയധികം പ്രാധാന്യമുള്ളൊരു മൈൽ സ്റ്റോൺ ആണിത്. പിന്നെ ഇവിടെ തന്നെ മറ്റൊരു കുറ്റി കൂടി ഉണ്ട്. ഇതിൽ 0 എന്ന് എഴുതിയത് കാണാം. NH7 ആണ് ഇത്. ഇവിടെ വാരണാസി 729, അതുപോലെ തന്നെ ജബൽപൂർ 273. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ കന്യാകുമാരി 1600 കിലോമീറ്റർ, ഹൈദരാബാദ് 475 കിലോമീറ്റർ. പിന്നെ ഇതാ ഇവിടെയും ഒരു 0 എന്ന് എഴുതിയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിലാണ് വ്യക്തമായിട്ട് 0 എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് ഈ ഒരു മെട്രോ പോകുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഈ ഒരു ഭാഗം. പിന്നെ ഇതിനെ പറ്റിയിട്ട് ചെറിയൊരു കുറിപ്പ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഈ 0 മൈൽ സ്റ്റോൺ ഉണ്ടല്ലോ 1907 ബ്രിട്ടീഷുകാർ ഇവിടെ പണിതത്. അതായത് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്കുള്ള ദൂരം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പണിതത്. അതായത് ഇവിടെ ഉള്ളത് മണൽ കൊണ്ട് നിർമ്മിച്ച, അതായത് ഒരു സ്തംഭവും കൂടാതെ തന്നെ 4 കുതിരകളാണ് ഉള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഇതാണ് ഇന്ത്യയുടെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് ബ്രിട്ടീഷുകാർ കണക്കാക്കിയെങ്കിലും ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ, അതായത് GPS ഒക്കെ വന്നല്ലോ. അങ്ങനെ പറയുമ്പം അതിൽ പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്ര ബിന്ദു വരുന്നത് മധ്യപ്രദേശിലെ കരോണ്ടി എന്ന് പറഞ്ഞൊരു ഗ്രാമമാണെന്ന് പറഞ്ഞിട്ട്
എന്നാലും ഈ പറഞ്ഞ നാഗ്പൂരിലെ 0 മൈല് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലം തന്നെയാണ്. നാഗ്പൂർ മെട്രോ പോകുന്നത് കാണാം, മഹാ മെട്രോ. മറാത്തിയിൽ വേറൊരു പേരാണ് കേട്ടോ, അത് പ്രൊണൗൺസിയേഷൻ തെറ്റാവുന്നതുകൊണ്ട് പറയുന്നില്ല. നമ്മൾ ഇന്ത്യയിലത്തെ ഒട്ടുമിക്ക മെട്രോകളിലും യാത്ര പോയിട്ടുണ്ട്, പക്ഷെ കുറച്ച് മെട്രോകൾ കൂടെ ബാക്കിയുണ്ട്. അതിലൊന്നാണ് നാഗ്പൂർ മെട്രോ. ഇന്നെന്നാ നേരെ നമുക്ക് നാഗ്പൂർ മെട്രോയിൽ ഒരു യാത്ര ചെയ്യാം. 0 മൈൽ ഫ്രീഡം പാർക്ക്. അപ്പോൾ ഇവിടെയാണ് ഇനിയിപ്പോൾ മെട്രോ സ്റ്റേഷൻ. ഇനിയിപ്പോൾ അതുവഴി കയറാം. ഇവിടുന്ന് റഹാത്തെ കോളനി എന്ന മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇതാണ് നാഗ്പൂർ മെട്രോയുടെ ടിക്കറ്റ്. ഒരാൾക്ക് 10 രൂപയാണ് ആയത്. നാഗ്പൂർ മെട്രോ ഇതാ കടന്നു വരികയാണ്. വൈകുന്നേരം ആയതുകൊണ്ട് തിരക്കുണ്ട്. റഹാത്തെ കോളനി എന്ന സ്റ്റേഷനിൽ ഇതാ നമ്മളെത്തി. നാഗ്പൂർ മെട്രോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഓപ്പൺ ആയത് 2019 മാർച്ച് മാസം 8-ാം തീയതിയാണ്. 38.2 കിലോമീറ്ററാണ് ഈ മെട്രോയുടെ നീളം വരുന്നത്. അതുപോലെ തന്നെ 47 സ്റ്റേഷനുകളാണ് ആകെ ഉള്ളത്. ആകെ ഒരു ഇന്റർചേഞ്ച്, അതായത് സെൻട്രലിൽ സീതാബുൾഡി എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ വരുന്നുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് പല ഭാഗങ്ങളിലേക്ക് ഇന്റർചേഞ്ച് ചെയ്യാനായിട്ടുള്ളത്. 4 ദിശകളിലേക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ നാഗ്പൂർ ജംഗ്ഷനിൽ നമുക്ക് മെട്രോ സൗകര്യമുണ്ട്, അതുപോലെ തന്നെ എയർപോർട്ടിലും ഉണ്ട്. മെട്രോ ഇറങ്ങി ഞങ്ങളിനി നേരെ പോകുന്നത് ബുദ്ധമതത്തിന്റെ ഒരു പുണ്യ സ്മാരകം കാണാനാണ്. ദീക്ഷഭൂമി എന്നാണ് ആ ഒരു സ്ഥലത്തിന്റെ പേര്. ഇപ്പം നടന്നു പോകാനായാലും ഇതാ നല്ല വഴികളാണ്, നല്ല റോഡുകളാണ്. എന്തോ നാഗ്പൂർ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. നല്ല വഴികളാണ്. ഇവിടെ ഈ ചുമരിന് നല്ല പെയിന്റിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെയാണ് ആ ഒരു ബുദ്ധമതത്തിന്റെ ആ ഒരു സ്മാരകമൊക്കെ ഉള്ളത്. ഇതിന്റെ അകത്തേക്ക് ഏത് വഴി കയറുന്നാണ് ഞങ്ങളിപ്പോൾ നോക്കുന്നത്. അതിലൂടെ ഒരു ഗേറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. അങ്ങ് അവിടെ ഒന്ന് കാണുന്നുണ്ട്. അപ്പം അതിലൂടെ നോക്കാം. ഇനി ഇവിടെയൊക്കെ ചെറിയ ബസ് സ്റ്റോപ്പുകളൊക്കെ ഉണ്ട്. നട്ടുച്ച സമയത്തൊക്കെ വെയിലത്ത് വരുമ്പോൾ കയറി നിൽക്കാൻ ഒരു ആശ്വാസം തന്നെയാണ് ഇതുപോലുള്ള ബസ് സ്റ്റോപ്പുകൾ. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ബസ് സ്റ്റോപ്പ് തന്നെയാണ് കേട്ടോ. ഇരിക്കാനായാലും ഇങ്ങനെയുള്ള ഒരു ബെഞ്ചാണ്. ദീക്ഷഭൂമിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. ഇതിൻ്റെ അകത്തേക്ക് വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് അത്രയും ശാന്തമായിട്ട് വേണം കയറാൻ. പിന്നെ ഈ ഭാഗത്താണ് ബോധി വൃക്ഷം ഉള്ളത്. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ ഓരോ ഭാഗത്തുനിന്നും നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. പിന്നെ ഇവിടെ ബുദ്ധൻ്റെ ഓരോ പ്രതിമയൊക്കെ കാണാം. പിന്നെ ഇവിടെ തന്നെ അംബേദ്കറിൻ്റെ ഒരുപാട് ഫോട്ടോകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അത് വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട് ഇവിടെ. ഇവിടെ ഉള്ളത് ഒരു പ്രതിജ്ഞയാണ്. അതായത് അംബേദ്കർ ദീക്ഷഭൂമിക്ക് നൽകിയ 22 പ്രതിജ്ഞകളാണ് ഇവിടെ ഈ കാണുന്നത്. ഇന്ത്യയുടെ ഓറഞ്ച് സിറ്റി എന്നാണ് നാഗ്പൂരിനെ അറിയപ്പെടുന്നത്. ഇവിടെ ഒരുപാട് ഓറഞ്ചൊക്കെ കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ട്. ഇവിടുത്തെ ഓരോ മാർക്കറ്റുകളിൽ പോയാൽ പോലും ഓറഞ്ച് കൊണ്ടുള്ള ഒരുപാട് വ്യത്യസ്തമായ സ്വീറ്റ്സുകളൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നാഗ്പൂർ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്ന് പറഞ്ഞാൽ ടൈഗർ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ നാഗ്പൂരിന് ചുറ്റും 300 കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം 11-ലധികം കടുവ സങ്കേതങ്ങളാണ് ഉള്ളത്. നമ്മളുള്ള ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് ചന്ദ്രപൂര്, ബൽഗാർഷ ഭാഗത്തെത്തുമ്പം തഡോബ, അന്താരി എന്താ പറയുക നാഷണൽ പാർക്കൊക്കെ കാണാറില്ലേ, അതായത് കടുവ സങ്കേതമൊക്കെ. അപ്പം അതുകൊണ്ടാണ് ആ ഒരു പേര് ഈ ഒരു നഗരത്തിന് വന്നത്. അങ്ങനെ നടന്ന് റഹാത്തെ കോളനി എന്ന മെട്രോ സ്റ്റേഷൻ്റെ മുന്നിലേക്കെത്തി. നമ്മൾ നേരത്തെ ആ മെട്രോ കയറിയ ഭാഗമില്ലേ, അവിടത്തേക്ക് തന്നെയാണ് ഇനിയിപ്പോൾ തിരിച്ചും പോകുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് സീതാബുൾഡി എന്ന മെട്രോ സ്റ്റേഷനിലേക്കാണ്. മെട്രോ വരികയാണ്. മെട്രോ കയറി സീതാബുൾഡി എന്നൊരു സ്ഥലത്ത് എത്തിയേ. നാഗ്പൂരിലെ തന്നെ വളരെയധികം പഴക്കം ചെന്നൊരു മാർക്കറ്റാണ് സീതാബുൾഡി മാർക്കറ്റ്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് നടന്നു പോവുകയാണ്. ഇവിടെയൊക്കെ നല്ല ബ്ലോക്കാണ്. ഫുട്പാത്തൊന്നുമില്ല, അവിടെ മുഴുവനും വണ്ടികളാണ്. പോകാൻ ഇങ്ങനെ ഇതുപോലെയുള്ള ഈ റോഡിൻ്റെ ഭാഗം വഴി തന്നെ ചേർന്ന് പോകണം. ഇനി ഈ സമയത്ത് ഇവിടെ നല്ല തിരക്കും കൂടിയാണ്. ഇവിടെ തന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. കൂടുതലും മൊബൈൽ ഷോപ്പുകളാണ് ഇവിടെ. മഹാരാഷ്ട്രയിൽ എത്തിയിട്ട് ഇവിടുത്തെ വടാപ്പാവ് കഴിക്കാതെ പോകുന്ന എങ്ങനെയാണ്? ഇതാ വടാപ്പാവ് ഇവിടെ എത്തി നവി കഴിക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് മഹാരാഷ്ട്രയിലെ രത്നഗിരി എന്നല്ലേ നവി? നമ്മൾ രത്നഗിരി വഴി കടന്നു പോകുന്ന സമയത്ത് വടാപ്പാവ് വെക്കുന്ന കച്ചവടക്കാരെ മാത്രമേ കൂടുതൽ കാണൂ. ചിപ്ലിൻ
എന്താ പറയാ, പിന്നെ അങ്ങനെ പോകുമ്പോ കൊങ്കൺ റെയിൽവേ വഴി പോകാൻ പറ്റില്ല. പനവേല്, നാസിക്, കല്യാണം എല്ലാം ഇത് തന്നെ ഉണ്ടാവും. പിന്നെ നാഗ്പൂർ വന്നവര് കിട്ടും. ഞങ്ങള് രാവിലെ ട്രെയിൻ ഇറങ്ങിയ സമയത്ത് നാഗ്പൂരിന് എവിടെയെങ്കിലും ഭക്ഷണത്തിന് പകരം ഒരു വടാപാവം കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാല് വയറെന്ന് അറിയാമല്ലോ. ഇതാണ് മാർക്കറ്റ്. ഇവിടെ കൂടുതലും ഡ്രസ് ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ ബാഗുകള് അങ്ങനെയൊക്കെ ഉണ്ട്. രാത്രിയിലും ഇവിടെ നല്ല തിരക്ക് തന്നെയാണ്. വടാപ്പാവിന് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അവരതിലെന്തോ ഒരു എക്സ്ട്രാ മസാല ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ഡ്രസ്സിന്റെ ഷോപ്പുകളുണ്ട് കേട്ടോ. സെയിൽ 400, 200, 150 അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് പിന്നെ ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതിലൂടെ ഇതാ മെട്രോ പോകുന്നതാണ്. ഒരു ചെറിയൊരു സാദൃശ്യം, അതായത് നമ്മുടെ കോലാലംപൂരിലത്തെ ബുക്കിറ്റ് ബിങ്താങ്ങുമായിട്ട് ചെറിയൊരു സാദൃശ്യം, അത്രയേ ഉള്ളൂ. പെട്ടെന്ന് കാണുമ്പോൾ ആ ഒരു മോണോ റെയിലിനെ പോലെ ചിന്തിച്ചു പോയി. സദർ ബസാറിലേക്കുള്ള മാപ്പും വെച്ച് ഞങ്ങൾ തിരിഞ്ഞു കളിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ഇതുവരെ അവിടെ എത്താൻ പറ്റുന്നില്ല അല്ലേ നവി? ഈ കാണുന്ന സംഭവമില്ലേ, ഇതുവഴിയാണ് ഞങ്ങളിപ്പോ വന്നത്. അവിടെ എവിടെയും കാണുന്നില്ല. പിന്നെ ഇത് ആരോടും ചോദിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തന്നെ കാരണം ഓറഞ്ച് സിറ്റി ആണെന്ന് പറഞ്ഞല്ലോ. ഓറഞ്ചിന്റെ ഒരു സ്വീറ്റ് ഇവിടെ കിട്ടാനുണ്ട്. അതിന്റെ പേര് വരുന്നത് ഓറഞ്ച് ബർഫി എന്നാണ്. അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പോ നല്ലൊരു ഷോപ്പ് കണ്ടെത്തണം. നാഗ്പൂരിലെ പ്രധാനപ്പെട്ടൊരു സ്വീറ്റ്സ് ഷോപ്പായ ശ്രീ ഹീര സ്വീറ്റ്സിലേക്ക് എത്തി. ഇത് 1952 ആരംഭിച്ചത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് നമുക്ക് വാങ്ങിക്കാം. ഇതാണ് സ്വീറ്റ്. ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. വലിയ പാക്കറ്റ് വാങ്ങിക്കണോ ചെറിയ പാക്കറ്റ് വാങ്ങിക്കണോ? ഞങ്ങൾ ഇവിടുന്ന് 2 പാക്കറ്റ് വാങ്ങിച്ചു കേട്ടാ. ഒരെണ്ണത്തിന് 175 രൂപയായിരുന്നു. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ എന്തായാലും ഇത് വീട്ടിലൊക്കെ എത്തിയിട്ടേ കഴിക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഇതിന് ഒരുപാട് ഡേറ്റ് ഉണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതാണ് ഐറ്റം വരുന്നത്. മഹാരാഷ്ട്ര ട്രാൻസ്പോർട്ട് ബസ്സാണ് കേട്ടോ ഇത്. ഇതിന്റെ ഒരു ലിവറി ഉണ്ടോ? ഏസിയാ. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഊബർ കയറിയേ. ഈ നാഗ്പൂരിൽ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. എന്നാ പിന്നെ രാത്രിക്ക് ഇന്ന് അവിടുന്ന് ഭക്ഷണം കഴിക്കാം. ഒരു 2 കിലോമീറ്ററിന്റെ മുകളിൽ ദൂരമുണ്ട്. 65 രൂപയാണ് ഊബറിന്. കയറിയതും ഇറങ്ങിയതും ഒരുപോലെ ആയിരുന്നു. ഇന്ത്യൻ കോഫി ഹൗസ് ക്ലോസ് ആയിട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തുള്ളവർക്ക് മാത്രം ഫുഡ് കഴിക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത് വേറെ ഏതെങ്കിലും ഹോട്ടലുകളിലുണ്ടോ എന്ന് നോക്കട്ടെ. ആകെ പണി കിട്ടിയല്ലോ, വെറുതെ ഇങ്ങോട്ട് വന്നു. അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ഹോട്ടലിൽ കയറിയേ. മസാല ദോശയാണ് പറഞ്ഞത്. ഇതിൻ്റെ കൂടെ തന്നെ ചട്നി ഉണ്ട്, അതുപോലെ തന്നെ ഇതാ സാമ്പാറുണ്ട്. പെട്ടെന്ന് തന്നെ കഴിക്കാം. ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ തിരിച്ച് നേരെ റൂമിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ശരിക്കും രാത്രിയിലും അടിപൊളിയാണ് നാഗ്പൂരിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ. ആ ഒരു പകൽ സമയത്ത് അത്ര തിരക്ക് ഇപ്പോഴില്ല. റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. നാഗ്പൂർ ജംഗ്ഷൻ ഇവിടെയാണ്. ഒരുപാട് തവണയായി ഈ പാലം വഴി നിന്ന് നമ്മൾ യാത്ര തുടങ്ങിയിട്ട്. തലങ്ങും വിലങ്ങുമായി ഒരുപാട് തവണ പോയി. രാത്രിയിലും കാണാൻ അടിപൊളിയായി പാലം. ലൈറ്റൊക്കെ ഇട്ട് മനോഹരം തന്നെയാണ്. നാഗ്പൂരിന്റെ സ്വന്തമായിട്ടുള്ള ഒരു മധുരപലഹാരം തന്നെയാണ് ഈ പറയുന്ന ഒരു ബർഫി. സന്ദ്ര ബർഫി എന്നാണ് ഇതിനെ പറയാ. ഇത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കുന്നത് ഓറഞ്ചിന്റെ പൾപ്പും പാലും ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ ഹോട്ടലിൽ തന്നെ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ആ ഒരു റെസ്റ്റോറന്റ് കാണിക്കാനുള്ള കാരണം റിസപ്ഷൻ മുതൽ എല്ലാ റൂമിന്റെയും ഡോറിന്റെ ഭാഗത്ത് ഇവരിങ്ങനെ എഴുതിയിട്ടുണ്ട്: ഔട്ട്സൈഡ് ഫുഡ് നോട്ട് അലൗഡ്, ഫൈൻ 499 രൂപ. ഇവരുടെ റൂൾ എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഭക്ഷണം കൊണ്ടുവരാൻ പാടില്ല, അവരുടെ റെസ്റ്റോറന്റിൽ തന്നെ കഴിക്കണം. ഇവിടത്തെ റെസ്റ്റോറന്റിലാണെങ്കിൽ ഉച്ച മുതൽ ഒരാൾ പോലും ഇല്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഓൺലൈൻ വഴി ഫുഡ് വാങ്ങിച്ചിട്ട് ഇവിടുന്ന് കഴിക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അതങ്ങനെ പോയി. ഇനിയിപ്പോ നാഗ്പൂരിന്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇനി നേരെ തെലങ്കാനയിലേക്ക് പോവുകയാണ്. ഹൈദരാബാദിലേക്കാണ് നാളെ രാവിലെ പോകുന്നത്, അതും തെലങ്കാന എക്സ്പ്രസിൽ. തെലങ്കാന എക്സ്പ്രസിന്റെ സ്ലീപ്പർ ക്ലാസ്സിലെ യാത്രകളാണ് അടുത്ത ദിവസം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു മാഡ്സിനോട് ബൈ.